ഇത് മനുഷ്യൻ ജ്ഞാനത്തിലേക്ക് പോകുന്ന ഒരു സൂത്രമായിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ പഠിച്ചു പഠിച്ച് സ്വരവ്യഞ്ജനങ്ങളുടെ അർത്ഥം പറഞ്ഞ് അതങ്ങനെ കൂട്ടിച്ചേർത്ത് ചുരുക്കെഴുത്തായിട്ട് വരുത്തിയിട്ട് ശബ്ദത്തിന്റെ മാധുര്യം മാത്രം കൊടുത്തു പോയിരിക്കുകയാണ്. അങ്ങനെ ഈ സ്വരവ്യഞ്ജനങ്ങളുടെ അർത്ഥത്തിൽ ചെന്ന് നിന്നിട്ട് ഈ പാണ്ഡിത്യത്തിന് മാത്രം സ്ഥാനം കൊടുത്തു പോയ ഒരു വിശേഷ വിധി നമ്മളിൽ എല്ലാറ്റിലും നമുക്ക്. അപ്പൊ ഇത് ഒരു വശം, അതങ്ങനെ ഒരു വശമുണ്ട്, ഇല്ലാത്തതല്ല. പക്ഷെ അനുഭവശാലി അതായിട്ടല്ല കാണുന്നത്. ഇപ്പൊ മഹാന്മാര് അനേക ആളുകൾ ജനിച്ച കാലം, അത് യുഗധർമ്മത്തിൽ അവരെത്ര പേര്, അവരെന്തിനായിട്ട് ജനിച്ചു, എന്തിനു കൂടി പോയി, അങ്ങനെ ഏതെല്ലാം ഭൂതപ്രേത വിചാരിക്കളും അവർ വളർന്നെത്തി ദേവന്റെ കീഴിലുള്ള ഋഷിയും ആയിട്ട് മാറും. ആ ദേവന് മുകളിലേക്ക് പോകാൻ കഴിയാത്ത കാലം ദേവൻ തന്നെയാണ് വലുത്, ദേവി തന്നെയാണ് വലുത്. അങ്ങനെ ഇഷ്ടദേവത ഓരോന്നായിട്ട് വലുതാണ്. അത് ഈ നമ്മുടെ ഈ വടക്ക് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോ കേരളത്തിന്റെ ഭാഗത്ത് തന്നെ ഒടിവിദ്യ എന്ന് പറയും. ഇതിന് വരെ ഇഷ്ടദേവതാ സമ്പ്രദായം കൊടുത്തു വന്നിരിക്കുന്ന നമ്മൾ എന്തിനെ കാണിക്കും? അതുപോലെ ഒരു ദൈവം ഞങ്ങളുടെ അടുത്താണുള്ളതെന്ന് വിളിച്ചു പറയുന്ന ഒരു രീതി മനുഷ്യപ്രകൃതിയിൽ വന്നു ചേർന്നിരിക്കുന്നു. അതെന്താണ്? പടിഞ്ഞാറും കിഴക്കും തെന്നിന്ത്യൻ വട ഇന്ത്യയായിട്ട് മാറിയിരിക്കുന്ന ഒരു കർമ്മദോഷങ്ങൾ നമ്മളെ പിടികൂടിയിട്ടുണ്ട്. ഈ തെന്നിന്ത്യയിലേക്ക് വരുമ്പോ ത്രിമൂർത്തി ഭാവന മുന്നിൽ നിൽക്കും. വട ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അത് ലോപിച്ച് വൈഷ്ണവ മതത്തിലേക്ക് വന്നിരിക്കും. പക്ഷെ വൈഷ്ണവ എന്ന് പറഞ്ഞ അങ്ങനെ ഒന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിനവരെ ഹൈന്ദവമാക്കി. ആ ഹൈന്ദവത്തിൽ കൂടി നമ്മളെ പകരാൻ നോക്കിയിരിക്കുന്നു. അതിലൊന്നാണ് ഈ പാലക്കാട്.